ജാസ്മിൻ ജയിലിലും റൂമിൽ കിടന്നിറങ്ങുന്ന നമ്മുടെ സ്വന്തം ജാസ്മിന്റെ ഗബ്രിയും ജയിലിലിരുന്നു കൊണ്ടും റൂമിലിരുന്നു കൊണ്ടും അവിടെ ഐ ലവ് യു പറയുകയും ഐ ലവ് യു എന്നുള്ളത് ആക്ഷനായി കാണിക്കുകയും അതുപോലെ തന്നെ ഫ്ലൈയിങ് കിസ്സുകളും അതുപോലെ തന്നെ ഹഗ്ഗുകളും എല്ലാം പറത്തി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയാണ്. മക്കളെ പാസ് ചെയ്യുകയാണ്. കാര്യം മനസ്സിലായോ? ജയിലിലിരുന്നു കൊണ്ട് ആ ജയിലിന്റെ ഒരു വശത്തിരുന്ന് കഴിഞ്ഞാൽ ഡെൻ റൂമിലേക്ക് കറക്റ്റ് നോട്ടം കിട്ടും. ഗബ്രി ഇരിക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അത് ഗബ്രി വന്ന് ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഡെൻ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണാനായിട്ട് പറ്റും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ ഇവിടെ ഇരിക്കുകയാണ്. ജാസ്മിനൊക്കെ ജയിലിന്റെ ഒരു വശത്ത് അവിടെ ഡെൻ റൂമിലേക്ക് നോട്ടം എത്തുന്ന രീതിയിലിരിക്കുന്നു. ഗബ്രി റൂമിൽ വന്നുകൊണ്ട് ജാസ്മിനെ കാണത്തക്ക രീതിയിലിരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഫ്ലൈയിങ് കിസ്സുകൾ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്നു. ഐ ലവ് യു കാണിക്കുന്നു, ഐ ലൈക്ക് യു കാണിക്കുന്നു, ലവ് യുവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ശ്രീധി ചോദിക്കുന്നുണ്ട്, ഗബ്രി ഇത് ഭയങ്കര ക്രിഞ്ച് ആവുന്നുണ്ട് കേട്ടോ എന്ന് കാണിക്കുന്നുണ്ട്. ജാസ്മിൻ അവിടെ ഇരുന്നുകൊണ്ട് ഹഗ് ചെയ്യുന്ന പോലെ കാണിക്കുന്നു, ഗുഡ് നൈറ്റ് കാണിക്കുന്നു, ലവ് യു കാണിക്കുന്നു, ഇങ്ങനെ കിസ്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്തായാലും ജയിലിൽ ആയതുകൊണ്ട് തന്നെ അടുത്തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അടുത്തിരുന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഇതിപ്പോ അവിടെ ഇവിടെയും ഇരുന്നുകൊണ്ട് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെൻ റൂമും ജയിലും തമ്മിൽ അത്രയും കണക്ഷൻ. ഇവരെ തമ്മിൽ കാണിക്കാതിരിക്കാൻ കറുത്ത തുണിയൊക്കെ എടുത്തിട്ട് അവിടെ അപ്സര മാറ്റി നിർത്തിയിട്ടൊക്കെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ കർട്ടൻ പോലെയൊക്കെ വെക്കുന്നുണ്ട്. എന്നിരുന്നാലും പിന്നെ എത്ര നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അത് ഗബ്രീനെയും ജാസ്മിനെയും വെറുതെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ കറുത്ത തുണിയൊക്കെ ഇങ്ങനെ വിരിച്ച് പിടിച്ചു നിന്നത്. അത് കഴിഞ്ഞപ്പോൾ അവര് മാറി. എന്തായാലും രണ്ടുപേരും അവിടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് ആക്ഷൻസും അവരുടെ പ്രണയവും ഒക്കെ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.